ബിജേട്ടാ നമസ്കാരം. നമസ്കാരം. ഡൊണാൾഡ് ട്രംപ് കുടുങ്ങിയിരിക്കുകയാണ്. നല്ല രീതിയിലുള്ള പണിയാണ് ഡൊണാൾഡ് ട്രംപിന് കിട്ടിയത്. 8ന്റെ പണിയാണ് കിട്ടിയത്. 1 ദശലക്ഷം ആൾക്കാരെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടാൻ പറ്റുമോ? ബട്ട് ഐ ക്യാൻ എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളപ്പോൾ ആലോചിക്കും, അമേരിക്കയിൽ ദാരിദ്ര്യമോ ഇതെന്താണ് എന്നൊക്കെ ചില ആൾക്കാർ ചിന്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അമേരിക്കയിലും ദാരിദ്ര്യമുണ്ട്. ഈ അമേരിക്കയിലെ ഈ പാവപ്പെട്ട ഇടത്തരം കുടുംബക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യൻ പ്രോഡക്ട്സ്, ചൈനയുടെ പ്രോഡക്ട്സ് ഒക്കെയാണ്. ഈ ഇറക്കുമതി ചെയ്യുന്ന പ്രോഡക്ട്സ് ആണ് അവർ ആശ്രയിച്ചുകൊണ്ടിരുന്നത്. അമേരിക്കയിൽ വരുന്ന പ്രോഡക്ട്സ് ഒക്കെ ഭയങ്കര ക്വാളിറ്റി കൂടിയ പ്രോഡക്ട്സ് ആണ്. ഇന്ത്യയിൽ നിന്ന് വരുന്ന പ്രോഡക്ട്സ് ഒക്കെയാണ് അവർ പ്രധാനമായിട്ടും ആശ്രയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു എന്തിനു പറയുന്നത് ബനാന, അതായത് പഴം പഴം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പഴത്തിന് 10% താരിഫ്. അപ്പൊ പഴം അമേരിക്കക്കാരുണ്ടാക്കുന്ന പഴത്തിന് താരിഫില്ല എന്നാണ് പാർലമെന്റിൽ ഈ ട്രംപിന്റെ പാർട്ടിക്കാർ പറയുന്നത്. അപ്പൊ അവര് ചോദിച്ചു, അമേരിക്കക്കാർ ഇനി പഴം ഉണ്ടാക്കുന്നില്ലല്ലോ, പഴം പുറത്തുനിന്നല്ലേ വരുന്നത്, ബ്രസീലിൽ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ പഴം വരുന്നത്. അപ്പൊ അതിനൊക്കെ താരിഫ് പിടിച്ചെന്ന മനുഷ്യന് മാമുണ്ട് കിടക്കണ്ടേ എന്നാണ് അവർ ചോദിക്കുന്നത്. ഇപ്പൊ ഒരു സർവകലാശാലയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്, യേൽ യൂണിവേഴ്സിറ്റി എന്നാണ്. അപ്പൊ അവര് പറയുന്നത് ഇത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. റഷ്യ തകരാൻ കാരണം ഇവിടെ ഗോർബച്ചേവ് എന്ന് പറഞ്ഞ ഒരു മണ്ടനായിട്ടുള്ള ഭരണാധികാരി വന്നതുകൊണ്ടാണ്. ശീതയുദ്ധത്തിൽ റഷ്യ തകർന്നു, അമേരിക്ക മുന്നിലേക്ക് വന്നു. അപ്പൊ അമേരിക്കയുടെ ഗോർബച്ചേവായി ട്രംപ് മാറുമെന്നാണ് പറയുന്നത്. എല്ലാവരും ഇത് പറയുന്നുണ്ട്. അപ്പോൾ ട്രംപിന്റെ സാമ്പത്തിക വിദഗ്ധൻ തന്നെ ഇന്ത്യയോട് പറഞ്ഞത്, ഇന്ത്യ ട്രംപ് ഇത്തരത്തിൽ താരിഫ് അടിച്ചു കൊടുത്തപ്പോൾ സൈലന്റ് ആയിരുന്നു. അത് അങ്ങനെയാണ് വേണ്ടത്, കാരണം ഇതിന് ഇങ്ങനെയാണ് നിങ്ങൾ ഡീൽ ചെയ്യുക, അത് മഹത്തരമായിട്ടുള്ള ഒരു ഡീലിംഗ് ആയിരുന്നു എന്നാണ് ഇയാൾ പറഞ്ഞത്. പിന്നെ ട്രംപിന്റെ പല പല സാമ്പത്തിക വിദഗ്ധരും ട്രംപിനെ അതിഭീകരമായിട്ട് വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കൂട്ടത്തിൽ ട്രംപ് കഴിഞ്ഞ ദിവസം ഈ ദാരിദ്ര്യം വർദ്ധിക്കുമെന്ന് പറയുന്നു കേട്ടോ. അമേരിക്കയിൽ ദാരിദ്ര്യം 12% ഉണ്ട്. ഈ 12-ൽ നിന്ന് 2026 ആകുമ്പോഴേക്കും ഇന്ത്യയിൽ നടത്തിയ ഈ ഒരു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ 2% ദാരിദ്ര്യം അമേരിക്കയിൽ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണ് ഈ 1 ദശലക്ഷം ആൾക്കാരെ ഈ ദാരിദ്ര്യത്തിലേക്ക് അമേരിക്കയിലെ ട്രംപ് തള്ളിവിടുന്നു എന്ന റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ ട്രംപ് കഴിഞ്ഞ ദിവസം ഒരു കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ട്രംപ് പറഞ്ഞത്, ഇന്ത്യയുമായിട്ടുള്ള നികുതി അത് ഏർപ്പെടുത്തുന്നത് ഹൃദയഭേദകമായിരുന്നു, എനിക്ക് ആദ്യമൊന്നും പറ്റിയിരുന്നില്ല, അത് ഭയങ്കരമായിട്ട് കഷ്ടമായിരുന്നു, എങ്കിലും ഞാൻ കടിച്ചു പിടിച്ചാണ് അതൊക്കെ ഇന്ത്യയുമായിട്ടുള്ള താരിഫ് ഞാൻ കൊടുത്തത് എന്നൊക്കെ ട്രംപ് പറഞ്ഞ് വലിയ രീതിയിൽ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരത്തെ വന്നൊരു വാർത്തയാണ്, ട്രംപ് ഇനി ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ ബിജുചേട്ടനോട് സൂചിപ്പിച്ചതുപോലെ, ഇന്ത്യൻ പ്രധാനമന്ത്രിമാരാണ് സാധാരണ മുണ്ടും തുണിയില്ലാതെ അങ്ങോട്ടേക്ക് ഓടുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് എന്തെങ്കിലും പറഞ്ഞാൽ നരേന്ദ്രമോദി തന്നെ മൻമോഹൻ സിംഗിനെ കളിയാക്കുന്നത്, എന്തുണ്ടെങ്കിലും ഒബാമ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുണ്ടായിരുന്ന മൻമോഹൻ സിംഗ്. ഇപ്പൊ കാര്യങ്ങളൊക്കെ മാറി. ഇപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. ക്വാഡ് ഉച്ചകോടിക്ക് ഇങ്ങോട്ടേക്ക് ആദ്യം വരില്ല എന്ന് പറഞ്ഞു, ഇപ്പൊ പറയുന്നു വരാമെന്ന് പറയുന്നു. നരേന്ദ്രമോദി പറഞ്ഞു സന്തോഷം, ഒരു കുഴപ്പമില്ല, സന്തോഷം, വരുന്നെങ്കിൽ വന്നോ, വന്നിട്ട് പൊക്കോ എന്നാണ് കൃത്യമായിട്ട് പറയുന്നത്. അപ്പോ ഇന്ത്യയോട് ഇങ്ങനെ അമേരിക്ക അടുക്കാനായി ശ്രമിക്കുന്നത് പുടിൻ കാണുന്നുണ്ട്. പുടിൻ തന്റെ ഒരു ദൂതനെ ഇങ്ങോട്ടേക്ക് അയക്കുകയാണ്. ദിമിത്രി പത്രുഷേവ് എന്നാണ് അയാളുടെ പേര്, ദിമിത്രി പത്രുഷേവ്. അപ്പോ ഇയാള് ഒരു കാർഷിക വിദഗ്ധനാണ്. ഇയാൾ ഇങ്ങോട്ടേക്ക് വരുന്നത് ഇന്ത്യയുടെ ഈ കാർഷിക രംഗത്തെ അമേരിക്കയുടെ താരിഫിൽ നിന്ന് എങ്ങനെ മോചിപ്പിക്കാമെന്ന് ഇന്ത്യയെ പഠിപ്പിക്കാനും, പോരാത്തതിന് റഷ്യയുടെ വിപണി എങ്ങനെ ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്ന് പറയാനുമാണ് ഇയാൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. പ്രധാനമായിട്ട് ചെമ്മീനാണ് റഷ്യ ഉന്നം വയ്ക്കുന്നത്, ഇങ്ങോട്ടേക്ക് കയറ്റി അയച്ചോളൂ എന്നാണ് പറയുന്നത്. റഷ്യ ആദ്യം തന്നെ പറഞ്ഞു, റഷ്യയുടെ സമ്പൂർണ്ണമായിട്ടുള്ള വിപണി നിങ്ങൾക്ക് തുറന്നു തരാം, ഫ്രീ ട്രേഡ് നടത്തിക്കോ, ഒരു പ്രശ്നവുമില്ല എന്ന് റഷ്യ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് നടപടി ഇപ്പോൾ പുടിൻ എടുത്തിട്ടുണ്ട്. അതായത് ട്രംപ് ഇങ്ങോട്ടേക്ക് ഒരു ചെക്ക് വെച്ച് കഴിഞ്ഞാൽ പുടിൻ അതിന്റെ അപ്പുറത്തേക്ക് ഒരു കാര്യം എടുത്തു വെക്കും, എന്നിട്ട് പറയും ഇന്ത്യ ഞങ്ങളുടെ കൂടെയാണെന്ന് തെളിയിക്കാനുള്ള പുടിന്റെ ഒരു നീക്കമാണ്. പിന്നെ ഇതിൽ ഏറ്റവും രസകരമായിട്ടൊരു വാർത്ത പുറത്തു വരുന്നത് എന്താണ് വിചാരിച്ചിട്ട് അറിയാവോ? നമ്മൾ ഈ ഡൊണാൾഡ് ട്രംപ് 50% താരിഫ് ഏർപ്പെടുത്തിയപ്പോൾ നമ്മൾ ഇരുന്ന് ചർച്ച ചെയ്തതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞ ഒരു സംഭവമാണ്, ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് നമ്മുടെ മത്സ്യത്തൊഴിലാളികളാണ്, സമുദ്രോൽപ്പന്നങ്ങളെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷേ എത്ര ഗംഭീരമായിട്ടാണ് നരേന്ദ്രമോദി അതിനെ ഡീല് ചെയ്തത് എന്നുള്ളതാണ്. എല്ലാ വിഷയങ്ങൾക്ക് താരിഫ് അടിച്ച എല്ലാ വിഷയങ്ങളും നമ്മൾ മറികടന്നു, എല്ലാ വിഷയങ്ങൾക്കും നമ്മൾ വിപണി കണ്ടെത്തി. ഇനിയിപ്പോ എണ്ണ കിട്ടിയില്ലെങ്കിൽ പോലും നമീബയിൽ പോയിട്ട് ഒരു വമ്പൻ എന്ന് പറഞ്ഞാൽ, നമീബയിലെ സൗത്ത് ആഫ്രിക്ക ലോകത്തിലെ തന്നെ 2ാമത്തെയോ 3ാമത്തെയോ ഏറ്റവും വലിയ എണ്ണപ്പാടവും കക്ഷത്തിൽ വെച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ റഷ്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യക്ക് താരിഫ് അടിച്ചു തന്നതോടുകൂടി നമ്മുടെ സമുദ്രോൽപ്പന്നങ്ങൾക്ക് വലിയ ഇടിവ് രേഖപ്പെടുത്തുമെന്നാണ് പറഞ്ഞത്. പക്ഷേ 102 കമ്പനികളെയാണ് സമുദ്രോൽപ്പന്ന കയറ്റുമതിയുടെ പട്ടികയിൽ യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങോട്ടേക്ക് കയറ്റി വിട്ടോളാൻ പറഞ്ഞിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ ഇങ്ങോട്ടേക്ക് വിട്ടോ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞ് ആ ഒരു
പ്രശ്നം നമ്മൾ വളരെ ഗംഭീരമായിട്ട് പരിഗണിച്ചു. അപ്പൊ ട്രംപിന്റെ ഒരു പ്രതീക്ഷ ഈ സമുദ്രോൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞ ആരെങ്കിലുമൊക്കെ തെരുവിലിറക്കിയാൽ, കർഷകനെങ്കിൽ കർഷകർ, മത്സ്യത്തൊഴിലാളികളെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ, അപ്പം ഇവരെ ആരെയും തെരുവിലിറക്കില്ല. നരേന്ദ്രമോദി പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണെന്നുള്ളതാണ്. അത് ഈ റിസ്ക് ഞാൻ ഏറ്റെടുത്തോളാം എന്നാണ് മോദി പറഞ്ഞത്. അപ്പൊ ട്രംപിന് ഇനിയിപ്പം മോദി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി വിശേഷം വന്നെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് കാണാൻ വരികയാണ്. അപ്പൊ അതിനു മുമ്പ് പുടിൻ ഇങ്ങോട്ടേക്ക് ദൂതനെ അയക്കുന്നു. എന്താണിത് സൂചിപ്പിക്കുന്നത്? വീണ്ടും അമേരിക്ക ഇന്ത്യയുമായിട്ട് അടുക്കാനുള്ള ഒരു നീക്കമാണോ? ട്രംപ് അടിയറവ് പറയൂ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എങ്കിലും അവരുടെ ഇന്നർ ടോക്സിൽ, അകത്ത് നടക്കുന്ന അന്തഃപുരങ്ങളെ സംസാരങ്ങളിൽ ഇന്ത്യയോട് ഡീൽ ചെയ്തപ്പോൾ കൈ ഒന്ന് പൊള്ളി എന്നാണ് പല ആൾക്കാരും ട്രംപിനോട് സൂചിപ്പിക്കുന്നത്. സത്യമാണോ? അത് നമുക്ക് ഈ സമുദ്രോൽപ്പന്നങ്ങളുടെ കാര്യത്തിലേക്ക് വരാം. എൻ്റെ നാട് ആലപ്പുഴയാണ്. ഈ ആലപ്പുഴ മുതൽ അരുവിക്കുറ്റി വരെ, എറണാകുളം വരെ നമ്മൾ സഞ്ചരിച്ചാൽ ഈ കോസ്റ്റൽ ഏരിയയിൽ അനവധി ചെമ്മീൻ ഫാക്ടറികൾ കാണാം. ഇതെല്ലാം ഈ വിദേശത്തേക്ക് ചെമ്മീനുകൾ കയറ്റി അയക്കാനുള്ള പ്രോസസ്സിംഗ് നടക്കുന്ന ഫാക്ടറികളാണ്. ഇതുപോലെ തന്നെ കോയമ്പത്തൂരുണ്ട്, ആന്ധ്രാപ്രദേശികളിലൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ആദ്യമായിട്ടല്ല അമേരിക്കയിൽ നിന്നും ഈ സമുദ്രോൽപ്പന്ന മേഖലയ്ക്ക് തിരിച്ചടി കിട്ടുന്നത്. അത് ഈ മേഖലയിൽ നിൽക്കുന്നവർക്കറിയാം. ഞാൻ ഇതുമായിട്ട് ഇവരുടെ കുറച്ച് അടുത്ത് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് കൃത്യമായി തന്നെ അറിയാം. പലപ്പോഴും നമ്മുടെ ഉൽപ്പന്നങ്ങൾ കയറിപ്പോയി കഴിഞ്ഞിട്ട് ഈ അമേരിക്ക അതിന് ക്വാളിറ്റി മോശമാണ് എന്ന് പറഞ്ഞിട്ട് തള്ളുന്നൊരു രീതിയുണ്ട്. തള്ളുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളുടെ ചരക്കല്ല തള്ളുന്നത്, ഇവർ തള്ളുമ്പോൾ ടോട്ടലി തള്ളിക്കളയും. അതായത് ഒന്നുകിൽ ഇവർ നമ്മുടെ ആ സാമ്പത്തികാവസ്ഥ തകർക്കുന്നതിന് വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ട്, പണ്ട് നമ്മുടെ പാവാട, കത്തുന്ന പാവാട അറിയാമല്ലോ, അടിപ്പാവാട കയറിപ്പോയിട്ട് തീ പിടിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൊത്തം ബിസിനസ് തകർന്നു. പക്ഷെ അതേപോലെ ഇത് ഈ മേഖല, ഈ സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖലയിൽ നിൽക്കുന്നവർക്ക് ഇത് അറിയാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അമേരിക്ക ഇപ്പൊ താരിഫ് വന്നേ ഉള്ളൂ, മുമ്പ് താരിഫല്ല. ഇത് വലിയ രീതിയിൽ കയറിപ്പോയി കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ ഈ ഡോളറിന്റെ ഫ്ലക്ച്വേഷൻ നടക്കുകയാണെങ്കിൽ അവർ 2 ദിവസമൊക്കെ വൈകിട്ടുള്ള പേയ്മെന്റ് ഇടും. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഇതിന് ക്വാളിറ്റി ഇല്ലാതെ നമ്മൾ തള്ളിക്കളയും. അത് പ്രധാനമായിട്ട് അത് ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു വലിയ ഇംഗത്തെ പെട്ടെന്ന് പുറത്തടിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ കരുതും ഇനി ഇത് എവിടെ കൊണ്ട്, സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും അയ്യോ ചെമ്മീൻ അത് ഒരുപാട് ദിവസം ഇരിക്കില്ല, അത് ഇല്ലെങ്കിൽ മറ്റ് സമുദ്ര ഉൽപ്പന്നങ്ങൾ അത് എങ്ങോട്ട് കയറ്റി വിടുമെന്നൊരു തോന്നുന്നില്ല. പക്ഷെ ഇത് ഈ ലോകത്ത് മേടിക്കാൻ അന്നും മാർക്കറ്റ് ഉണ്ട്, ഇന്നും മാർക്കറ്റ് ഉണ്ട്. ഒരുപക്ഷെ അമേരിക്കയുടെ വില നമുക്ക് കിട്ടിയില്ലെന്ന് വരും, പക്ഷെ മാർക്കറ്റ് ഉണ്ട് ഇത് വിറ്റ് പോകാനായിട്ട്. കാരണം ഇതിപ്പോൾ നമ്മളെപ്പോഴും ഈ ചെമ്മീനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരുപാട് പേര് കരുതുന്നത് യൂറോപ്യൻസ് മാത്രമാണ്. യൂറോപ്യൻസ് അല്ല, ചൈന, മംഗോളിയൻസ് രാജ്യങ്ങൾ ഉണ്ടല്ലോ, പിന്നെ തായ്ലൻഡ്, സിംഗപ്പൂർ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഈ ചെമ്മീൻ വലിയ രീതിയിൽ തന്നെ കയറി പോകുന്നു. ഇപ്പൊ ചൈന നമ്മുടെ ചെമ്മീൻ എടുക്കാം എന്നിപ്പോ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചെമ്മീൻ അവര് എടുത്തോളാം. കാരണം അവിടെയൊക്കെ ഈ സാധനം മൂവ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പൊ ഇത് നമ്മുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതിക്കാർക്ക് നന്നായി അറിയാം. അമേരിക്ക ഇനിയിപ്പോ നാളെ അമേരിക്ക ഫ്രീ താരിഫാണ് കൊടുത്താൽ പോലും ഇതിങ്ങനെ അവർ ചെയ്തുകൊണ്ടിരിക്കും. അത് എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നതൊക്കെ തന്നെയാണ് അമേരിക്കയും ചെയ്തത്, അതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്കും ഇത് ആവശ്യമായ ഒരു സാധനമാണ്. ഇങ്ങനത്തെ ഒരു കാര്യം അത് കയറി പോകുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാൽ ട്രംപ് ഇന്നലെ ഒരു കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാനും നരേന്ദ്രമോദിയും തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ്, ഇന്ത്യ എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് രാജ്യവുമാണ്, പക്ഷേ റഷ്യയെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് താൻ ഒരു താരിഫ് സമ്മർദ്ദം ചെലുത്തിയത്, പക്ഷെ അത് അബദ്ധമായി പോയി എന്ന് താൻ തിരിച്ചറിയുന്നു. പക്ഷെ ഇതല്ലാതെ എന്റെ മുമ്പിൽ വേറെ വഴിയില്ലാതായി പോയി എന്നാണ് അദ്ദേഹം പറയുന്നൊരു കാര്യം. അദ്ദേഹം വിചാരിച്ചതിടത്ത് കാര്യങ്ങൾ എത്തിയില്ല എന്നുള്ളതാണ്. കാരണം ഇന്ത്യ അതിന് മുൻപ് തന്നെ ഇങ്ങനെ ഒന്ന് വരും എന്ന് ഭാവി കണ്ടുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. കാരണം ട്രംപിന്റെ ഒരു സ്വഭാവം 2018 മോദിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് അറിഞ്ഞു തന്നെയാണ് നിന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് വിവിധ രാജ്യങ്ങളുമായിട്ട് നമ്മൾ കോൺട്രാക്റ്റുകൾ വെക്കുകയും നല്ലൊരു ബന്ധം കീപ്പ് ചെയ്ത് മുമ്പോട്ട് പോവുകയൊക്കെ ചെയ്ത് അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ്. ഇവിടെയാണ് ട്രംപിന്റെ താരിഫ് നമുക്ക് ഏശാതെ പോയത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നലെ നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം ഒരു വാർത്ത കൊടുത്തിരുന്നു. സ്പുട്നിക്കിൽ വന്നൊരു വാർത്ത, അതിലൊരു വലിയ ലേഖനമാണ്. ആ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യം, സ്പുട്നിക്, അതായത് റഷ്യയുടെ നയതന്ത്ര വിദഗ്ധരും രാഷ്ട്രീയ വിശകലന വിദഗ്ധരും ഒക്കെ പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ റഷ്യ ഈ ക്രൂഡ് ഓയിലിന് ഡിസ്കൗണ്ടും പിന്നീട് റേറ്റും കുറച്ച് ഇന്ത്യക്ക് നൽകുന്നത് മൂലം ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഒരു എണ്ണ ഉൽപാദക രാജ്യമായി മാറുന്നു. അതായത് ഇവിടുന്ന് കുഴിച്ചെടുക്കുന്നതല്ല, എണ്ണ ഉൽപാദകമായ രാജ്യമായി മാറുകയും അമേരിക്കൻ താരിഫിനെ അവർക്ക് മറികടക്കാനുള്ള ഇന്ധനമായി അത് മാറുകയും ചെയ്യുന്നു. അതായത് ഇവിടെ 50% താരിഫ് കൊടുക്കുമ്പോൾ അതിന് ആനുപാതികമായി വില കുറച്ചുകൊണ്ട് റഷ്യൻ ക്രൂഡ് ഇവിടെ തരികയും ആ റഷ്യൻ ക്രൂഡ് സംസ്കരിച്ചുകൊണ്ട് നമ്മളത് പലയിടത്തും വിറ്റ് കാശാക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ആ താരിഫിന്റെ ആഘാതം കുറയ്ക്കാൻ കഴിയുന്നു. ഒപ്പം തന്നെ ആ ഇന്ത്യ, എന്നിട്ട് അവരതിൽ പറയുന്നൊരു കാര്യമുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇന്ത്യ ഇന്ന് അവരുടെ സമ്പത്ത് കെട്ടിപ്പടുക്കുന്നതിൽ റഷ്യൻ എണ്ണകളെ ഒരു പ്രധാന പങ്കായി അവർ കാണുന്നു. ഇവിടെയാണ് ട്രംപ് പറയുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ ഇനി ഇറക്കുമതി ചെയ്യുന്നു പറഞ്ഞാൽ മോദി എന്നല്ല ആരും കേൾക്കില്ലത്. കാരണം ഇത്രയും ലാഭത്തിന് കിട്ടുന്നിടത്തുനിന്നാണ് എണ്ണ മേടിച്ചിട്ട് ഈ പ്രോസസ് ചെയ്ത് കൊടുക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വസ്ത്ര വ്യാപാര മേഖലയായിരുന്നു. ദൈവം സഹായിച്ച് ഈ താരിഫിന്റെ ഇത് വന്നത് എപ്പോഴാണ്? ഈ ഉത്സവ സീസണ് തൊട്ടു മുമ്പാണ് വന്നത്. അത് തന്നെ വലിയൊരു ഗുണമാണ്. കാരണം ഉത്സവ സീസൺ കൊണ്ട് ഇവർക്ക് ഇതിനെ മറികടക്കാനും മറ്റു രാജ്യങ്ങൾ കണ്ടെത്താനും ഒരു സമയം കിട്ടുകയാണ്.
നേരെ മറിച്ച് കറക്റ്റ്. നമ്മളുടെ ബിസിനസ് ഡള്ളായ 6 മാസം, കഴിഞ്ഞ 6 മാസക്കാലം ബിസിനസ് ഡള്ളായിരുന്നു. ലോകത്തെമ്പാടും ഡള്ളാണ്, ഇന്ത്യയിലുമായിരുന്നു. ആ സമയത്താണ് താരിഫോട് വന്നിരുന്നുവെങ്കിൽ നമ്മുടെ പല വസ്ത്ര നിർമ്മാതാക്കൾക്കും അത് വലിയ ദോഷമായി ഭവിച്ചേനെ. പക്ഷെ ഇപ്പോഴാ ദോഷത്തെ മറികടക്കാൻ താൽക്കാലിക ആശ്വാസമായി പാക്കേജ് മാത്രമല്ല, ഒരു ഉത്സവകാല സീസൺ അവർ 6 മാസത്തേക്ക് നിരന്നു നിൽക്കുന്നു. മറ്റൊന്ന്, ഇതിനിടയിൽ മറ്റു രാജ്യങ്ങൾ വിപണി കണ്ടെത്താനായിട്ട് കഴിയും. ഇതൊക്കെയാണ്. ഇനി നമുക്ക് ഈ താരിഫ് ഉയർത്തുന്ന ചില വെല്ലുവിളികൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോ അവിടുന്ന് അത്യാവശ്യമായി എത്തിക്കേണ്ട കാര്യമില്ല. ഇവിടെ റഷ്യ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. റഷ്യ, എനിക്ക് തോന്നുന്നത് ഇന്ത്യ ഈ ഒരു അവസരം മുതലെടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട്. കാരണം ഈ അമേരിക്കയായിട്ട് നമ്മൾ കൂടുതൽ അടുക്കുന്നത് ഈ റഷ്യൻ എണ്ണയിൽ വീണ്ടും വില കുറപ്പിക്കാനുള്ള ഒരു ശ്രമമാണോ എന്ന് എനിക്ക് അറിയില്ല. ആണാണ്. അങ്ങനെ നമുക്ക് ആണ്. ചിന്തിക്കാമല്ലോ. ചിലപ്പോൾ ട്രംപിനെ കുറിച്ച് പറയുന്നത്, പിന്നെ നമ്മളിപ്പോ അമ്മമാരോട് ഇപ്പോൾ ഉടനെ ടൈപ്പ് ആകും എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ റഷ്യ പറയും ചിലപ്പോൾ അമ്മമാർ നമ്മളെ വിട്ടുപോയ പണി കിട്ടും, അതുകൊണ്ട് കാര്യം ഒരു 2 രൂപയുടെ ഞങ്ങൾ കുറച്ച് തരാം എന്ന് പറയാനൊരു സമ്മർദ്ദ തന്ത്രമാണോ? കാരണം ബിസിനസ് ആണല്ലോ എല്ലാവർക്കും പ്രധാനം. അതാണോ എന്ന് എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഏറ്റവും കൂടുതൽ വളം ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്ന് റഷ്യയാണ്. അപ്പോൾ റഷ്യക്ക് ഇടക്കാലത്ത് ഈ വളത്തിലൊക്കെ ഒരു അളവിന്റെ കുറവൊക്കെ നമുക്ക് വന്നിരുന്നു. അത് ചൈനയുടെ വന്നിരുന്നു. ഇപ്പൊ ചൈന ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വളം ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്ത് പറ്റും? ഇനി റഷ്യക്കും കൂടുതലായിട്ട് തന്നെ വളം ഇറക്കിയേ പറ്റും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, അവരുടെ നാട്ടിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ, അതായത് ഇപ്പൊ നമ്മുടെ ചീര എന്തായാലും റഷ്യക്കാർക്ക് കറി വെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ റഷ്യയിൽ എന്താണോ കഴിക്കാൻ കഴിയുന്ന ആ ഒരു പച്ചക്കറിയും അത് ഇന്ത്യയുമായി കോമൺ ആയിട്ട് കഴിക്കാൻ കഴിയുന്ന ചില പച്ചക്കറികളൊക്കെ ഉണ്ട്. ഈ ബ്രോക്കോളി കണക്ക് ഉള്ളതൊക്കെ ഏതാണ്ട് ഇന്റർനാഷണൽ തലത്തിൽ എല്ലാവരും കഴിക്കുന്ന സാധനങ്ങളാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ അതേപോലുള്ള ഐറ്റംസുകൾ ഇവിടെ, ഈ റാഗി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, ചോളം, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൂടെ അനുസൃതമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഒരു വിപണി എന്ന് കരുതിയിട്ട് അമേരിക്കൻ വിപണിയും റഷ്യൻ വിപണിയായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല. വിപണിയുടെ കാര്യം നോക്കുമ്പോൾ നമുക്ക് അമേരിക്കൻ വിപണി തന്നെയാണ് നമുക്ക് ലാഭകരം. കാരണം റഷ്യയിൽ നമുക്ക് ആ ഒരു ഇതിലേക്ക് നമുക്ക് കിട്ടില്ല. ഒപ്പം തന്നെ ഇത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്കും നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നതാണ്. ഇപ്പൊ എന്താണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പറഞ്ഞത്? ഈ ഒക്ടോബർ മാസം ഞങ്ങളൊരു വലിയ, ലോകം തന്നെ ഞെട്ടുന്ന രീതിയിലുള്ള ഒരു വമ്പൻ ട്രേഡിങ്ങിന്റെ ഒരു കരാർ ഒപ്പുവെക്കുകയാണ്. ഫ്രീ ട്രേഡിങ്. അതായത് എല്ലാവർക്കും ലാഭമാണ്. ഇതിൽ ഒപ്പുവെക്കുന്ന എല്ലാവർക്കും ലാഭകരമായ ഒരു വമ്പൻ ഇതാണ്, കരാറാണെന്ന് അവർ. ഇപ്പൊ ട്രംപ് എന്താണ് ഈ കിടന്നും വട്ടം കറങ്ങുന്നത്? ട്രംപിന് നവംബറിലെങ്കിലും വെക്കണം കരാറ്. നവംബറിലെങ്കിലും ഇന്ത്യയുമായിട്ട് ഒരു കരാറെങ്കിലും വെച്ചില്ലെങ്കിൽ മാനം പോവും. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്നലെ വീണ്ടും G7 ചെന്നിട്ട് പറഞ്ഞു ഇന്ത്യക്കെതിരെ താരിഫ് ഉയർത്തി കൊടുക്കണം. G7 ഇപ്പൊ അനങ്ങാത്തതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, G7 ഇന്ത്യക്കെതിരെ താരിഫ് യുദ്ധം മുറുക്കുകയാണെങ്കിൽ ഇന്ത്യ അടുത്ത് ചെയ്യാൻ പോകുന്നത് ബ്രിക്സ് G7 എതിരായിട്ട് അവരുടേതായ നീക്കം ആരംഭിക്കും. G7 പെട്ടുപോകും ട്രംപിന്റെ വാക്ക് കേട്ട് രംഗത്തിറങ്ങി കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് G7 തള്ളി എന്നാണ് ഞാൻ ഇപ്പൊ കേൾക്കുന്നത്. ആദ്യം യൂറോപ്യൻ യൂണിയൻ തള്ളി, ഇപ്പൊ G7 തള്ളി എന്നാണ് കേൾക്കുന്നത്. പക്ഷെ ചില മാധ്യമങ്ങൾ പറയുന്നത് അവർ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്ന്. പക്ഷെ ഡിസ്കസ് ചെയ്യാൻ സാധ്യതയില്ല. കാരണം കഴിഞ്ഞ ദിവസം നടന്ന ബ്രിക്സിന്റെ അടിയന്തര മീറ്റിംഗിൽ ശ്രീമാൻ എസ് ജയശങ്കറാണ് പങ്കെടുത്തത്. അവിടെ റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആ സബ്മിറ്റിന്റെ അല്ലെങ്കിൽ ആ ഒരു മീറ്റിംഗിന്റെ പല കാര്യങ്ങളും രഹസ്യമാണ്. അവിടെ നടന്ന ഡിസ്കഷൻ ലോകത്ത് ഒരു മാധ്യമങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്നാണ് അവർ എഴുതുന്നത്. അവരത് പറയുന്നു, ലോകത്ത് ഒരു മാധ്യമങ്ങൾ കിട്ടാൻ, അത് കോൺഫിഡൻഷ്യൽ ആയിട്ടൊരു ചർച്ച അതിൽ നടന്നിരുന്നു. പിന്നെ നമ്മളും എല്ലാ മാധ്യമങ്ങളും നൽകുന്നതൊക്കെ പബ്ലിക്കായിട്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്. അപ്പൊ അവിടെ എന്തോ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ ബ്രിക്സിന്റെ ആ ഒരു അടിയന്തര മീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ട്രംപിന്റെ മുമ്പിൽ രണ്ടേ വഴിയേ ഉള്ളൂ ഇപ്പൊ ഇമേജ് ബിൽഡ് ചെയ്യാനായിട്ട്. ഒന്ന്, റഷ്യയുമായിട്ട് കൊമ്പ് കോർത്ത് ഒരു യുദ്ധത്തിന്റെ ഒരു പ്രതീതി സൃഷ്ടിക്കുക. അതല്ല എങ്കിൽ ഇന്ത്യയിൽ വന്നിട്ട് ഒരു കരട് മതി, ഫുള്ളില്ല, ഒരു കരടെങ്കിലും ഒപ്പിടിച്ച് ചെന്ന് കഴിഞ്ഞാൽ 10 പേരുടെ മുമ്പിൽ പറഞ്ഞു നിൽക്കാൻ പറ്റുന്നത് ഇതാ വമ്പൻ വിപണി, ഇന്ത്യയുടെ വിപണി ഇതാ ഞങ്ങൾ കടന്നു കയറുന്നു. പിന്നെ ട്രംപ് ആയതുകൊണ്ട് വായി വരുന്ന മുഴുവൻ പറയാം, അവർ ഞങ്ങൾക്ക് പാൽ വിപണി തുറന്നു തന്നു, പച്ചക്കറി വിപണി തുറന്നു തന്നു, എല്ലാം ആ പുള്ളി നാക്കുകൊണ്ട് പറയുന്ന ആളാണല്ലോ. കാര്യം അതൊന്നും അല്ലെന്ന് എല്ലാവർക്കും അറിയാം. പറയും പിന്നെ ഞാൻ അവിടെ പോയി മോദി രഹസ്യമായിട്ട് എന്നോട് പറഞ്ഞു നിങ്ങളാണ് യുദ്ധം നിർത്തിയത്, പിന്നെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു. എന്തും പറയാം, അത് ട്രംപിന്റെ ഒരു സ്റ്റൈല്. നല്ല കാര്യമാണ്, അയാളുടെ രാജ്യത്തെ ജനങ്ങളെ ആശ്വസിപ്പിക്കുന്നത് വലിയ കാര്യം തന്നെയാണ്. അങ്ങനെയൊക്കെ പറയാം എന്തായാലും. അപ്പൊ അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കോഡ് ഉച്ചകോടിക്ക് ട്രംപ് പക്ഷേ ഈ കോഡ് തന്നെ ഇല്ലാതായിപ്പോ, കോഡ് സഖ്യം തന്നെ ഇപ്പൊ തന്നെ അത് ആടി പറഞ്ഞാൽ നിൽക്കുന്നത്. കാരണം ഇന്ത്യയാണ് കോഡ് സഖ്യത്തിന്റെ ഒരു മെയിൻ സാധനം. എല്ലാവരും ചോദിക്കും അതെന്തോ അമേരിക്കയില്ലേ, ഓസ്ട്രേലിയയില്ലേ, ജപ്പാനില്ലേ എന്ന് ചോദിക്കും. അവരാരും അല്ല അതിന്റെ. കാരണം ഇന്ത്യൻ മഹാസമുദ്രവും ഇന്ത്യയുമാണ് അതിന്റെ മെയിൻ കണ്ണി. കാരണം ചൈനയാണല്ലോ ഇവർ ലക്ഷ്യം വെക്കുന്നതല്ല. ചൈനയെ വെക്കണമെങ്കിൽ പസഫിക് ഓഷനിലേക്ക് ഇല്ല, ഇന്ത്യ പസഫിക്കിലേക്ക് ഒരു വലിയ എൻട്രി വേണമല്ലോ. അവിടെ ഒരു ആള് വേണ്ടേ എന്തായാലും. ചൈനയെ കൂട്ടുപിടിച്ചുകൊണ്ട് ചൈനയെ എതിർക്കാൻ പറ്റില്ല. അപ്പൊ ചൈനയ്ക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നില്ല, നിൽക്കണം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇത് വീണ്ടും സ്മൂത്തായിട്ട് പോകുന്നു. കാരണം ഈ ലൈസൺ ഓഫീസർ ഉണ്ടല്ലോ ട്രംപിന്റെ, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒപ്പുവെക്കും, അതാണ് ഇതാണെന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ പുള്ളി പറയുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ പൂർണ്ണമായിട്ട്
വാങ്ങുന്നത് ഇന്ത്യ നിർത്തണം, പകരം ഇന്ത്യ അമേരിക്കയുടെ നിന്ന് എണ്ണ വാങ്ങണം, ചൈനയുമായി യാതൊരു ബന്ധവും പാടില്ല എന്ന്. ഇത് രണ്ടും അംഗീകരിക്കാനേ പോകുന്നില്ല. ഒന്നുമില്ല, കറങ്ങിത്തിരിഞ്ഞത് ഇവിടെ വരികയും ചെയ്യും. പിന്നെ ഇപ്പൊ താരിഫ് എന്ത് പറഞ്ഞു കുറയ്ക്കും, അതാണ് പ്രശ്നം. ഇനി പിന്നെ മോദി ആണെങ്കിലോ ഇത് ഇത്രയും പറഞ്ഞതിന് ശേഷം ഇത് 30% കൂടി ഇപ്പോ ക്രൂഡ് ഓയിൽ കൂടുതൽ മേടിക്കാൻ തീരുമാനമെടുത്തു റഷ്യയുടെ ഈ മാസം മുതൽ കൂട്ടി. ഇനി ആകെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, അവരെങ്ങാനും വില കൂട്ടുക, റഷ്യക്കാർ ഇച്ചിരി വില കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന്റെ അളവ് കുറയ്ക്കും. ട്രംപിന് വേണമെങ്കിൽ അതൊരു നൂലായി കണ്ടുപിടിച്ച് കയറാൻ പറ്റും. അല്ല, അത് ഞാൻ പറഞ്ഞു വരുന്നുണ്ടല്ലോ ചേട്ടാ. അത് എന്താണ് ട്രംപിന്റെ ഉദ്ദേശം? എന്താണ്? മോദിയെ കാണാനാണോ വരുന്നത്? മോദിയെ കാണുമോ? അല്ല, അല്ലേ, നരേന്ദ്രമോദി ട്രംപിനെ ക്ഷണിച്ചിട്ടുള്ളതാണ് നേരത്തെ തന്നെ ഇന്ത്യ സന്ദർശിക്കാൻ. അദ്ദേഹത്തിന്റെ ഈ പുതിയ സത്യപ്രതിജ്ഞ ചടങ്ങ് അദ്ദേഹത്തെ വരില്ല എന്ന് പറഞ്ഞല്ലോ ട്രംപ്, വരില്ല എന്ന് പറഞ്ഞല്ലോ. അത് വരില്ലെന്ന് പറഞ്ഞത് എപ്പോഴാന്ന് വെച്ചാൽ ഈ താരിഫൊക്കെ പ്രഖ്യാപിച്ച് പുള്ളി ഇങ്ങനെ ഭയങ്കര ചൂടായിട്ട് നിന്ന സമയത്ത് പറഞ്ഞതാണ്. ഇപ്പൊ അതൊക്കെ പോയി. ഇപ്പൊ കോഡ് സഖ്യത്തിന്റെ മീറ്റിംഗ് ഇന്ത്യ വെച്ച് നടക്കുന്നത്. അപ്പൊ അതിന്റെ സാധാരണ ട്രംപ് പങ്കെടുക്കാറുണ്ട്, അതിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ രണ്ട് കാര്യം നടക്കത്തില്ല. ഒന്ന്, പുള്ളിയുടെ വ്യാപാര ഖർച്ച് അതിന്റെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് കിട്ടിയാലേ പുള്ളി വരത്തുള്ളൂ. അതിപ്പോ നടക്കുന്നുണ്ട്, പീയൂഷ് ഗോയലോട്ടൊക്കെ ചർച്ച നടക്കുന്നു. അപ്പൊ അതെന്തെങ്കിലും പോസിറ്റീവ് കിട്ടി കഴിഞ്ഞാൽ പുള്ളിക്ക് വരാൻ പറ്റും. രണ്ട്, പുള്ളി വന്നില്ല എന്നുണ്ടെങ്കിൽ കോഡ് സഖ്യത്തിന്റെ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാവും. വെറുതെ ഒരു സഖ്യം രൂപീകരിച്ചിട്ട് കാര്യമില്ലല്ലോ. കാരണം ആ സഖ്യത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യം വേണമെങ്കിൽ ഇന്ത്യ വേണം, ഇന്ത്യ നടക്കത്തില്ല. പിന്നെ ട്രംപിനും ഇപ്പൊ തൽക്കാലം മാനം രക്ഷിക്കണമെങ്കിൽ ഇന്ത്യ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ പറ്റൂ. ഒന്നെങ്കിൽ ഇന്ത്യ അവിടുന്ന് ഒരു 10 ലിറ്ററെങ്കിലും കുറച്ച് മേടിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യ പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി പ്രഷർ ചോദിക്കാൻ ചിലപ്പോൾ സംശയം ഉണ്ടാകും. കാരണം കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. സ്വതന്ത്ര പാലസ്തീന് വേണ്ടി ദുരാഷ്ട്രത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ പ്രമേയത്തിന് അനുകൂലിച്ച് വോട്ട് ചെയ്തു. ആദ്യമായിട്ടാണ് ഇന്ത്യ അങ്ങനെ വോട്ട് ചെയ്തത്. സാധാരണ ഇന്ത്യ ഈ പാലസ്തീൻ വിഷയം വരുമ്പം എങ്ങും തൊടാതെ അവിടുന്ന് വോട്ടെടുപ്പിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇത്തവണ അങ്ങനെ മാറി നിന്നില്ല. അമേരിക്കൻ ചേരിക്കെതിരായിട്ട് അമേരിക്ക ഇസ്രായേൽ തുടങ്ങുന്ന 10. അപ്പൊ പലരും ചോദിച്ചു, ഇതെന്താണ് ഈ മോദി കാണിക്കുന്നത്, വൃത്തിയിട്ട പണിയല്ലേ, നമ്മൾ ഇസ്രായേലിലൂടെ അല്ലേ നിൽക്കേണ്ടതെന്നാണ്. അതല്ല, പ്രേക്ഷകരെങ്കിലും മനസ്സിലാക്കണം. നമ്മുടെ രാജ്യത്തിന്റെ പോളിസി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ കാലവും സ്വതന്ത്ര പാലസ്തീൻ അംഗീകരിക്കുന്നുണ്ട്. മോദി വന്നതിന് ശേഷം ആ പോളിസി വേറൊരു വ്യത്യാസം കൂടെ വന്നിട്ടുണ്ട്. അതായത് ഗസ വിഷയം, ഇപ്പോൾ അവിടെ സംഘർഷം നിൽക്കുന്ന ഗസ വിഷയം സംസാരത്തിലൂടെ, അനുരഞ്ജനത്തിലൂടെ തീർക്കണം, സമാധാനം കൊണ്ടുവരണമെന്നും പാലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കണമെന്നാണ്. പാലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കണം എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ പണ്ട് മുതലെയുള്ള പോളിസിയാണ്. അതിനോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുമ്പോട്ട് വെച്ച മറ്റൊരു ഒന്നാണ് ഗസ. ആ ഗസയെ നിങ്ങൾ അവിടെ സമാധാനം കൊണ്ടുവരണം. അതെല്ലായിടത്തും നമ്മൾ അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ചർച്ച ചെയ്യൂ, സമാധാനം. ഇപ്പൊ ഇങ്ങനെ വോട്ട് ചെയ്യുമ്പോൾ ഇസ്രായേലിന് ഇന്ത്യയോട് എന്തെങ്കിലും ഒരു മുഷിപ്പ് തോന്നാനുള്ള സാധ്യതയുണ്ടോ? ഒരു മുഷിപ്പും തോന്നാൻ സാധ്യതയില്ല. കാരണം ഇത് ഇന്ത്യയുടെ പോളിസിയാണ്. പോളിസിക്ക് അനുകൂലമായിട്ടല്ല നമ്മൾ മുമ്പ് വോട്ട് ചെയ്തിരുന്നില്ലെന്നേ ഉള്ളൂ. നമ്മുടെ പോളിസി നേരത്തെ തന്നെ അറിയാവുന്നതല്ലേ, ഇസ്രായേലിന് അറിയാവുന്നതാണ്. ആ പോളിസി തന്നെ നമ്മൾ ചെറിയൊരു വ്യത്യാസം വരുന്നില്ല. മുമ്പ് ഗസ ഇല്ലായിരുന്നു നമ്മുടെ പോളിസിയിൽ. അവിടെ ആ ഒരു സാധനം കൊണ്ടുവന്നു. അപ്പൊ എന്താണ്, ഗസ ഒരു ഡിസ്പ്യൂട്ട് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ടെന്നുള്ളതല്ലേ ഇപ്പൊ നമ്മുടെ നിലപാട് ഇന്ത്യയുടെ. നേരത്തെ ഗസയെ ഇല്ല, പാലസ്തീൻ. അന്ന് ഗസയും കൂടെ ചേർന്നിട്ടുള്ളതാണല്ലോ പാലസ്തീൻ മുമ്പ്. ഇപ്പൊ നമ്മൾ അതല്ലല്ലോ പറയുന്നത്. നമ്മൾ പറയുന്നത് ഗസയിലെ പ്രശ്നം. നമ്മൾ പറയുന്നത് പാലസ്തീൻ, അതിന് സ്വാതന്ത്ര്യം കൊടുക്കണം, അത് നമ്മുടെ ഇതാണ്. ഗസ അത് നിങ്ങൾ സംസാരിച്ച് പ്രശ്നം തീർക്കണം എന്നുള്ളതാണ്. മുമ്പ് അതില്ലല്ലോ, ആ വിഷയമില്ലല്ലോ. മുമ്പ് ഇതെല്ലാം ഒറ്റയടിക്കല്ലേ നിൽക്കുന്നത്. അപ്പൊ ഇതിനെല്ലാം കൂടെ ചേർത്തിട്ട് സ്വതന്ത്ര പാലസ്തീൻ എന്നായിരുന്നു നമ്മുടെ മുൻപത്തെ നയം. ഇപ്പൊ നമ്മൾ ആ നയം മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴത്തെ നയം എന്താണ്, സ്വതന്ത്ര പാലസ്തീൻ. അത് നമ്മൾ അംഗീകരിക്കുന്നു. ഫ്രാൻസ് ആണ് അത് കൊണ്ടുവരുന്നത്. ന്യൂയോർക്കിൽ വെച്ച് ഇത് ചെയ്തിട്ടുള്ളൊരു ഫോർമുലയാണ് അത് കൊണ്ടുവന്നത്. അതാണ് ആ പ്രമേയമാണ് കൊണ്ടുവന്നത്. ഫ്രാൻസ് അടക്കം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അനവധി ഉണ്ട് ഒപ്പുവെച്ചത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഗസയുടെ വഴിക്ക് നമ്മൾ വിട്ടു. നമ്മുടെ നിലപാടാണത്, നേരത്തെ തന്നെ ഉള്ള നമ്മുടെ വർഷങ്ങളായിട്ടുള്ള. അത് ബെഞ്ചമിൻ നെതന്യാഹുവിന് അറിയാവുന്നതാണ്, ഇസ്രായേലിന് അറിയാവുന്നതാണ്, അമേരിക്കയ്ക്ക് അറിയാവുന്നതാണ്. ഇത്തവണ നമ്മൾ വോട്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ആ വോട്ട് ചെയ്യുമ്പോഴും ബെഞ്ചമിൻ നെതന്യാഹു നന്നായിട്ട് അറിയാം, ഇത് എനിക്കിട്ട് കുത്തിയതല്ല, കുത്ത് ദവനിട്ടതാണ് എന്നുള്ളത് നന്നായിട്ട് അറിയാം. ആർക്ക്? ട്രംപിന്. പുള്ളിയുടെ ചേരിക്ക് എതിരെ ഒരു വെല്ലുവിളി കണക്ക് ചെയ്തതാണെന്നുള്ളത് അറിയാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ അറബ് രാജ്യങ്ങൾ ഹാപ്പി ആയില്ലേ, എല്ലാവരും ഹാപ്പി ആയതിനകത്ത്. നമ്മുടെ നിലപാടാണ്, നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് സ്വതന്ത്ര പാലസ്തീൻ തന്നെയാണ്. നമ്മൾ അതിനെയാണ് എന്നും പിന്തുണച്ചിട്ടുള്ളത്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇത്തവണ നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യം, ഗസ അവിടെ സമാധാനം സ്ഥാപിച്ചതിന് ശേഷം എന്താണ്, ദുരാഷ്ട്രമാണെങ്കിൽ, 2 രാഷ്ട്രവാദത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അതിനെന്താണ് ഇനി വേണ്ടതെന്നുള്ളത് എല്ലാവരും കൂടി ഇരുന്ന് ആലോചിക്കുക. അതന്നും പറഞ്ഞ് ഇന്നും പറഞ്ഞു. അതിനകത്തൊന്നും ഇസ്രായേലിന് നമ്മളോട് പിണക്കത്തിന്റെ യാതൊരു ആവശ്യമില്ല. കാരണം ഇസ്രായേലിന് അറിയാവുന്ന ഒരു പോളിസിയാണ്. അവർക്കെതിരെ അല്ലല്ലോ വോട്ട് ചെയ്തിരിക്കുന്നത്. ഇസ്രായേലിനെതിരെ വോട്ട് ചെയ്യോ, ഇസ്രായേലിനെതിരെ നമ്മളെല്ലാം പറഞ്ഞിരിക്കുന്നത്. അവർക്ക് ഗസയിലാണ് ഇപ്പോൾ അവർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും നമ്മൾ പറഞ്ഞതുമായിട്ട് യാതൊരു ബന്ധമില്ല. അത് നമ്മൾ പറയുന്നത് നിങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് പറയുന്നത്. പാലസ്തീൻ പണ്ടുതൊട്ടേ നമ്മുടെ ഇന്ത്യയുടെ, അതായത് സ്വതന്ത്ര പാലസ്തീൻ, അതാണ് നമ്മുടെ ഒരു പോളിസി. അതിപ്പോഴും അങ്ങനെ വോട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളത്, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ആ വോട്ട് ചെയ്യുന്നത്
ഒരു മുന്നറിയിപ്പായിട്ട് അമേരിക്കയ്ക്ക് തോന്നിയിട്ടുണ്ടാകാം. അമേരിക്ക അടക്കം 10 രാജ്യങ്ങൾ ഒരു സൈഡിൽ, ബാക്കിയുള്ള സൈഡിൽ ഇന്ത്യ ചരിത്രത്തിലാദ്യമായിട്ട് വോട്ട് രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ്. അതല്ലാതെ ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിന്റെ ഒന്നും ആവശ്യമില്ല. അതെല്ലാം അവർക്ക് അറിയാവുന്നതാണത്.